ഒരു ജോലിക്കായിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടാണ് പോകാറുള്ളത് അത്തരത്തിലുള്ള ഇൻ്റർവ്യൂസിൽ, അല്ലേ? നോ ഡൗട്ട് ഓൺ ദാറ്റ്. പക്ഷേ ഒരു ജോലിക്കായിട്ട് ഒരു മോണ്ടിസോറി അധ്യാപകയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, അഭിമുഖം നടത്തുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പ്രധാനമായിട്ടും വരുന്ന 2 ചോദ്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ പരിശീലന രീതിയെക്കുറിച്ചും മറ്റൊന്ന് നിങ്ങളുടെ അനുഭവത്തെക്കുറിച്ചും. ഇങ്ങനെയുള്ള 2 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ നേരിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? മോണ്ടിസോറി കോഴ്സുകൾ ചെയ്യുന്ന ആളുകളോടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പോൾ പരിശീലന രീതിയും നിങ്ങളുടെ അനുഭവവും അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. യെസ്, അതാണ് ശരി. നമ്മൾ മോണ്ടിസോറി കോഴ്സുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേടിയെടുത്ത ആ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ആ ഒരു തത്വചിന്ത, ഓക്കെ, അതെങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്ത് ഡിപ്ലോമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പൊതുവെ മോണ്ടിസോറി ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്തിരിക്കണം? നിങ്ങളുടെ പഠന രീതി അത് വ്യത്യസ്തമായിരിക്കണം. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പഠന രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു മോണ്ടിസോറി കോഴ്സ് ചെയ്യുന്ന ആളുകൾക്ക് എത്തരത്തിലുള്ള ഒരു വൈഡ് ആയിട്ടുള്ള സ്പേസ് ആണോ വേണ്ടത്, ആ സ്പേസിൽ നിന്നിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. പൊതുവേ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമാണല്ലോ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് അവിടെ കൂടുതലായിരിക്കും. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കൽസിലൂടെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാം. അപ്പം നിങ്ങൾ ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് അത് അത്രയ്ക്കും ഓതൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരിക്കണം. നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കണം. അതിൽ നിന്ന് നിങ്ങൾ നേടിയെടുക്കുന്ന എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ, അതായത് നിങ്ങൾ ആ ജോലിയിലേക്ക് കടക്കുമ്പോൾ ആ കുട്ടികളെ പഠിപ്പിക്കാനല്ല, ആ കുട്ടികളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കണം. ബിക്കോസ് ദർ ഈസ് നോ സ്റ്റഡി ഇൻ മോണ്ടിസോറി. മോണ്ടിസോറിയിൽ നമ്മൾ പഠിക്കുന്നില്ലല്ലോ. മോണ്ടിസോറിയിൽ അവരുടെ എബിലിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട് വളരാനുള്ള അവസരമല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളിലൂടെ നമ്മൾ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വി നീഡ് എ ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ സ്റ്റഡി. ഈ പഠനത്തിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. ബെറ്റർ ഓർ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. സോ വിച്ച് ഈസ് ദ ബെസ്റ്റ് വൺ? ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് ദാറ്റ്? And I have a solution, that is Future Plus Skillmate. Future Plus Skillmate നൽകുന്ന മോണ്ടിസോറി കോഴ്സസ് നിങ്ങൾക്ക് സധൈര്യം ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രാക്ടിക്കൽ ലൈഫ് എക്സ്പീരിയൻസ്, ആ പ്രാക്ടിക്കൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ നിങ്ങളുടെ പഠന രീതിയിൽ, അതായത് നിങ്ങൾ ഇനി പഠിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ അതാണ് എന്ത് ചെയ്യേണ്ടത്? അഡോപ്റ്റ് ചെയ്തിട്ട് അവിടെ പ്രാവർത്തികമാക്കേണ്ടത്. കുട്ടികൾക്കൊപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ നിങ്ങൾ നേടിയെടുത്ത കാര്യങ്ങൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വേണമെന്നാണെങ്കിൽ അതിന് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വിശ്വസനീയമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഉത്തരമാണ് ഫ്യൂച്ചർ പ്ലസ് സ്കിൽമേറ്റ്. അപ്പോൾ കൂടുതൽ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് നൽകുന്ന അസിസ്റ്റൻസിനെ കുറിച്ച് അറിയണമെന്നാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മാത്രമല്ല, കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം.